സംസ്ഥാനത്ത് ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുമ്പോഴും തലപ്പത്തെ കസേരയിൽ ആളില്ലാതെ എക്സൈസ് വകുപ്പ്. എക്സൈസ് കമ്മീഷണറെ തസ്തികയാണ് 3 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നത്. ഭരണമാറ്റത്തിന് പിന്നാലെ വകുപ്പിലെ താഴെത്തട്ടിൽ കൂട്ടസ്ഥലമാറ്റവും തകൃതിയായി തുടരുകയാണ്. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് പിടിമുറുക്കുമ്പോഴാണ് എക്സൈസ് വകുപ്പിലെ സുപ്രധാന തസ്തികയായ എക്സൈസ് കമ്മീഷണറുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നത്. കഴിഞ്ഞ വർഷം എക്സൈസ് കമ്മീഷണറായി MR അജിത് കുമാറിനെ LDF സർക്കാർ നിയമിച്ചിരുന്നു. എന്നാൽ എക്സൈസ് കമ്മീഷണർ പദവി IAS കേഡറിന് അർഹതപ്പെട്ടതാണെന്നും IPS-കാരെ ഈ തസ്തികയിൽ നിയമിക്കാൻ പാടില്ലെന്നും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയിരുന്നു. ഇതിനു പകരം മാർച്ച് 13-ന് ഭരണവിഭാഗം എക്സൈസ് കമ്മീഷണർ കിഷോർ കുമാറിനെ എക്സൈസ് കമ്മീഷണറുടെ അധിക ചുമതല കൈമാറി. പിന്നീട് ആ സ്ഥാനത്തേക്ക് ആരെയും നിയമിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ആ നിയമനവും നിലച്ചു. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ IAS തലപ്പത്ത് അഴിച്ചുപണി നടത്തിയിട്ടും എക്സൈസ് കമ്മീഷണറുടെ തസ്തികയിലേക്ക് ആളെ കണ്ടെത്താൻ വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുമില്ല. ഭരണമാറ്റത്തിന് പിന്നാലെ എക്സൈസിൽ കൂട്ടസ്ഥലമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഉദ്യോഗസ്ഥരെയും വിദൂര സ്ഥലങ്ങളിലേക്കാണ് മാറ്റി നിയമിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറങ്ങുന്നത്. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ, പ്രിവന്റീവ് ഓഫീസർമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാർ തുടങ്ങിയ തസ്തികകളിലാണ് കൂടുതൽ പേരെ സ്ഥലം മാറ്റിയത്. 2 വർഷം മാത്രം ബാക്കിയുള്ളവരെ മുൻഗണനാക്രമത്തിൽ അവർ ആവശ്യപ്പെടുന്ന സ്റ്റേഷനുകളിൽ നിയമിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇത്തരം മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് സ്ഥലം മാറ്റം നടത്തുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കാത്ത സാഹചര്യത്തിലാണ് ഭരണസൗകര്യത്തിനായി സ്ഥലം മാറ്റുന്നതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം. ജനം, തിരുവനന്തപുരം.